കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് ഡിസ്ക് പെയിൻ ഉണ്ടായ സമയത്ത് ഞാൻ ആദ്യം കുറേ ഡോക്ടർമാരെ കാണിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഒരു ഫ്രണ്ടാണ് എന്നെ റെക്കമെൻഡ് ചെയ്യുന്നത്. അങ്ങനെ ഞാൻ പെരുമ്പാവൂരുള്ള ഒരു തുഷാർ ഡോക്ടർ അടുത്തേക്ക് എത്തും. അപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു ചെറിയ ക്ലിനിക്കാണ് മന്ദാരം എന്നുള്ള പേരിൽ. പക്ഷെ ആദ്യത്തെ തവണ ചെന്നപ്പോൾ തന്നെ എനിക്ക് നല്ലൊരു റിലീഫ് കിട്ടി. മാത്രമല്ല ഈ ഡോക്ടർ നല്ലൊരു പെരുമാറ്റവും ആ കെയറിങ്ങും ഒക്കെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഒരാഴ്ച കണ്ടിന്യൂസ് ആയിട്ട് അവിടെ ഒഴിഞ്ഞോട് കൂടിയിട്ട് എൻ്റെ ഹെൽത്ത് പരിപൂർണമായിട്ട് എനിക്ക് തിരിച്ചു കിട്ടി. അപ്പൊ അതിനുശേഷം ഈ വർഷങ്ങൾക്കിടയിൽ പല ആളുകളെയും ഞാൻ അവിടേക്ക് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടാവും. ഏകദേശം ഒരു 10-16 പേരെ ഞാൻ അവിടേക്ക് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടാവും. അവരൊക്കെ ഹാപ്പിയാണ്. മാത്രമല്ല അവർ വീണ്ടും കുറെ ആളുകളെ ഇപ്പോൾ അവിടേക്ക് റെക്കമെൻഡ് ചെയ്തുകൊണ്ടിരിക്കുക. ഇതുപോലത്തെ അനുഭവങ്ങൾ നിങ്ങൾക്കില്ലേ? നിങ്ങളും പല കാര്യങ്ങളും പല സർവീസുകളും നിങ്ങൾ റെക്കമെൻഡ് ചെയ്യാറില്ലേ? അതേപോലെ നിങ്ങളുടെ പ്രോഡക്റ്റും നിങ്ങളുടെ സർവീസും റെക്കമെൻഡ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടാവുമല്ലോ. അപ്പൊ അതിനാവശ്യമായിട്ടൊരു 3 കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. ഒന്നാമത് സിമ്പിൾ ആയിട്ടുള്ള ഒരു റെഫറൽ സിസ്റ്റം നിങ്ങൾക്ക് വേണം. പല ആളുകൾക്കും നിങ്ങളെ പ്രൊമോട്ട് ചെയ്യണമെന്നും നിങ്ങളെ സപ്പോർട്ട് ചെയ്യണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടാവും. പക്ഷെ അതിനാവശ്യമായിട്ടുള്ള ഒരു അവസരം നിങ്ങൾ ഉണ്ടാക്കണം. കൃത്യമായിട്ടൊരു ലിങ്കോ അല്ലെങ്കിൽ ഷെയർ ചെയ്യാവുന്ന ഒരു പോസ്റ്റോ ഒരു വീഡിയോയോ ഒക്കെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉണ്ടാവണം എന്നാണ് കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ടെസ്റ്റിമോണിയൽസ് ഇൻടു ടൂൾസ്. തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രോഡക്റ്റ് ഉപയോഗിച്ചിട്ടുള്ള സർവീസ് ഉപയോഗിച്ചിട്ടുള്ള പല ആളുകളും ഇതിനെക്കുറിച്ച് നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും. അത് ചിലപ്പോൾ വോയിസ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടാവുക, ചിലപ്പോൾ നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു വീഡിയോയിലും തരുന്നുണ്ടാവും. പക്ഷെ ഇത് മുഴുവൻ നിങ്ങൾ സൂക്ഷിച്ചു വെക്കണം, കീപ്പ് ചെയ്യണം. കാരണം നിങ്ങൾക്ക് മാർക്കറ്റിംഗ് നല്ലൊരു ടൂളാണ്. നിങ്ങളുടെ പ്രോഡക്റ്റിനെ കുറിച്ചിട്ട് നിങ്ങൾ പറയുന്നതിനേക്കാൾ ഏറ്റവും കൂടുതൽ താല്പര്യം അല്ലെങ്കിൽ ആളുകൾ കൂടുതൽ കൺവിൻസ്ഡ് ആവുക തീർച്ചയായിട്ടും വേറൊരാൾ പറയുന്നതാണ്, അത് ഉപയോഗിച്ച ആൾ പറയുന്നതാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു അവസരം കൊടുക്കുക. മൂന്നാമത്തെ കാര്യം, ഫീച്ചർ യുവർ കസ്റ്റമർ. നിങ്ങൾ ഈ ടെസ്റ്റ് മുന്നിൽ അവതരിപ്പിക്കുന്ന സമയത്ത് നിങ്ങളുടെ കസ്റ്റമറെ ഒരു ഹീറോ ആയിട്ടാണ് അവിടെ അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് എന്ത് സംഭവിക്കുക, അവർ ഓട്ടോമാറ്റിക് ആ ഒരു റീല് അല്ലെങ്കിൽ ആ ഒരു വീഡിയോ അല്ലെങ്കിൽ ആ ഒരു ഫോട്ടോ എന്തായിക്കോട്ടെ അതെന്ത് ചെയ്യും, അവരുടെ ഫ്രണ്ട്സിലേക്കും അവരുടെ റിലേറ്റീവ്സിലേക്കും ഒക്കെ ഇത് ഷെയർ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇത് കൂടുതൽ ആളുകളിലേക്ക് ഇത് എത്താൻ ഇടവരുകയും ചെയ്യും. ഓക്കെ, ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കുറേ ആളുകൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. ഇനി എങ്ങനെയാണ് ഇത് ഡെവലപ്പ് ചെയ്ത് പോകേണ്ടത്, സിസ്റ്റമാറ്റിക് ആക്കേണ്ടതെന്ന് അറിയില്ല. തുടങ്ങാത്ത ആൾക്കാർക്കാണെങ്കിൽ അവർക്കൊരു സപ്പോർട്ട്, ഇത് ലൈഫ് ടൈം ഈ ബിസിനസ് കൊണ്ടുനടക്കാൻ ആവശ്യമായിട്ടുള്ള സപ്പോർട്ടും അവർക്ക് ആവശ്യമുണ്ട്. എല്ലാത്തിനും ഒരു പരിഹാരം താഴത്തുള്ള ഒരു നമ്പർ ഉണ്ട്, വാട്സപ്പ് നമ്പറിൽ ജസ്റ്റ് ഒന്ന് ഹൈ അടിച്ചാൽ മതി. നമുക്ക് സംസാരിക്കാം അടുത്ത വീഡിയോയിൽ വീണ്ടും.